റോഡിലാന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ ഒരു വലിയൊരു ഹമ്പ് പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, റോഡ് ക്ലോസ് ചെയ്ത പോലെ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു നമ്മുടെ ഒരു 4x4 ഒരു ചെറിയ കുട്ടി വണ്ടി ഉണ്ടായിരുന്നു. ഏതാണ് വണ്ടി? റാവ്4 പഴയ മോഡലാവുന്നു. അത് സിമ്പിളായിട്ട് കയറ്റി എടുത്ത് പോകണം കണ്ടു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അയാൾ പോയതല്ല, അപ്പുറത്തേക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവും, അപ്പോൾ അയാൾ പോയതല്ല വെച്ചിട്ട് ഞാൻ എൻ്റെ ഈ സെഡാനി കാർ വെച്ചിട്ട് ഈ കുന്ന് കയറി ഇറക്കി, അത് കയറ്റി ഇറക്കി. അതൊരു ഭയങ്കര ഒരു ഇടുക്കലായിരുന്നു. അത് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. അത് കണ്ടു വന്നിട്ട് അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇല്ലല്ലോ, പോന്നോ, മെല്ലെ പോന്നാ മതി, മെല്ലെ എടുത്താ മെല്ലെ. ഇതാണിപ്പോൾ നമ്മൾ വണ്ടി ഇറക്കിയ സ്ഥലം. എൻ്റെ വണ്ടി ഒരഞ്ഞ് പണ്ടാറിറങ്ങി. കുത്തനെ കയറ്റം ഇറക്കും. ഈ ഒരു ഇത് കണ്ടില്ലേ, ഈ വീട് ഇതെന്താ സംഭവിച്ചാൽ പിന്നെ ഞാൻ അന്വേഷിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അവിടെ മഴ പെയ്തിട്ട് മഴയത്ത് അങ്ങോട്ടുണ്ടായിരുന്ന റോഡ് മൊത്തം ഒലിച്ചു പോയിക്കുകയാണ്. അപ്പോൾ ഈ റോഡില്ലാത്ത വഴിക്ക് ഇങ്ങോട്ട് ഇറങ്ങുകയും ചെയ്തു. തിരിച്ചങ്ങോട്ട് കയറാൻ പറ്റില്ല, കാരണം അത്രയും ഇടങ്ങറായിട്ടാണ് നമ്മൾ ഈ സാധനം ഇറക്കിയത്. തിരിച്ചാൽ കാറ് കയറ്റാന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഫ്രണ്ടിക്ക് എന്താ വരാൻ പോകണമെന്ന് ഞാൻ അറിയില്ല, കാരണം നമ്മൾ പോയിട്ടില്ല. നോക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ചരലിട്ട മാതിരി റോഡാണ്, ഇങ്ങനെ കുറച്ച് സ്ലോ ആയി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി പോവുക വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഫ്രണ്ട് തന്നെ പോയി. ഫ്രണ്ട് പോയി കുറച്ചാണ്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ മൂന്നാർ റോഡൊക്കെ പോകുമ്പോൾ ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ ഉണ്ടാവില്ലേ ഒരു സംഭവം, മൊത്തം കല്ല് ഒരു ജീപ്പൊക്കെ പോണത് ഒരു റൂട്ടില്ലേ, അതുമാതിരത്തെ സ്ഥലത്തെത്തി. ഈ കാറും വെച്ചിട്ട് വണ്ടിയുള്ളവരൊക്കെ ഇറക്കും, എന്നിട്ട് അവരിങ്ങനെ നടന്നിറങ്ങാൻ പോലും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു വഴിയാണ്. അപ്പോൾ ആ വഴി കൂടെ എന്നിട്ട് ഈ കാറ് വെച്ച് ഞാൻ മെല്ലെ അതിൻ്റെ ഇടയിൽ ഈ സംഭവം വീഡിയോ എടുക്കുക എന്നുള്ളതുകൊണ്ട് ഞാൻ പുറത്തേക്ക് കൈയിട്ട് ഒരു കൈ സ്റ്റിയറിംഗ് വീലും ഒരു കൈ ക്യാമറയിലും വെച്ചിട്ടാണ് ഇങ്ങനെ വണ്ടി ഓടിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ കെട്ടിയോളും ഇവരൊക്കെ നിർത്തടാ വണ്ടി ഓടിക്കണം, വരെയൊക്കെ വണ്ടി ഓടിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു മൊമെൻറ്റ് അപ്പോഴാണ് കിട്ടുള്ളൂ. അപ്പോൾ അത് വീഡിയോ എടുക്കുക എന്നുള്ളത് അതായിരുന്നു എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ സംഭവം ആ സമയത്ത് വ്ളോഗും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ വ്ളോഗ് തുടങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഇത് വീഡിയോ എടുക്കുക, അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക എന്നുള്ള ഒരു ഭയങ്കര ഒരു സംഭവമായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര ടഫ്. എനിക്ക് തോന്നുന്നത് ആ ഒരു എൻ്റെ വണ്ടി നിസാൻ സെൻട്ര ആയിരുന്നു അന്നുണ്ടായിരുന്നത്. നിസാൻ സെൻട്രയുടെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒരു അവാർഡ് തന്നെ തന്നിരുന്നു ചിലപ്പോൾ ആ വണ്ടി ഇമാതിരി ഓഫ് റോഡ് ചെയ്തതിന്. കറക്റ്റ് നമ്മൾ ആ ഇറക്കൊക്കെ ഇറങ്ങി. പിന്നെ വിറ്റെന്താ വെച്ചാൽ ഈ നമ്മുടെ ഫ്രണ്ടിലും നമ്മുടെ ബാക്കിലായിട്ട് ഒറ്റ വണ്ടിയിൽ ഒരു മനുഷ്യല്ല ഈ സമയത്ത്. നമ്മൾ അവിടുന്ന് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ബൈക്ക് റൈഡിന് വന്ന ആൾക്കാർ, ഒരു കുറച്ച് കൂട്ടം ആൾക്കാർ ഏറ്റവും താഴത്തെ, അതായത് അടിവാരത്ത് അവരിങ്ങനെ പോണ കണ്ടു എല്ലാവരും ഇറങ്ങിയിട്ട്. അതാണ് നമ്മൾ ആകെ ലാസ്റ്റ് കണ്ടത്. അങ്ങോട്ട് വേറെ ഒരു വണ്ടിയില്ല, മേലെന്ന് ഒറ്റ ആളും ഇങ്ങോട്ട് വരുന്നുമില്ല. ഇത് നമ്മളവിടെ പോയപ്പോൾ ഫുള്ള് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു, അതായത് ഒന്നുമില്ല, റോഡില്ല, മണ്ണും കല്ലും മണ്ണായിട്ടുള്ളൊരു വഴി, അങ്ങനത്തെ ഒരു വഴി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ലഡാക്കിൽ റിവർ ക്രോസിങ് പോലത്തെ അങ്ങനത്തെ കല്ലും ഇതൊക്കെ കണ്ടിരുന്നു. മൊത്തത്തിലൊരു ജഗ പുകയായിരുന്നു. അത് മെല്ലെ ഇറക്കി ലാസ്റ്റ് കുറച്ചും കൂടെ എത്തിയപ്പോഴത്തേന് സൺസെറ്റായി, മൊത്തം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ എല്ലാവർക്കും പേടിയായി തുടങ്ങി. കാരണം ഇങ്ങനെ ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് പെട്ടിട്ട് തിരിച്ച് വരാൻ പറ്റുമോ, തിരിച്ച് എവിടെയെങ്കിലും എത്താൻ പറ്റുമോ എന്ന് അറിയാത്തൊരവസ്ഥയിലായി പോയി. എന്തോ ഭാഗ്യത്തിന് ഇരുട്ട് വീണ സമയത്ത് തന്നെ നമ്മൾ ഏറ്റവും താഴെ എത്തിയിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകാനുണ്ട്. ഇപ്പോൾ പോയപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ വന്ന് മര്യാദക്കുള്ള റോഡ് കണ്ട് സമാധാനമായി. അങ്ങനെ ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന് ഇരുട്ട് വീണപ്പോൾ
മര്യാദക്കുള്ള റോട്ടിൽ ഞങ്ങളെത്തി. ആ മലൻ്റെ മേലെ നിന്ന് ഇറങ്ങി താഴെത്തി. ഈ ഒരു യാത്രയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു മലയിറക്കം. പിന്നെ ഞങ്ങൾ അവിടുന്ന് രാത്രി നേരെ ഓടിച്ച് പിന്നെ ഒന്നിലും നിൽക്കണ്ട, നേരെ നിസുവയ്ക്ക് എത്താമെന്നുള്ള ഒരു പ്ലാനായി. അപ്പോൾ നേരെ നിസുവയ്ക്ക് വിട്ടു. പോണ വഴിക്ക് അടിപൊളിയാണ്, ഫുള്ള് ലൈറ്റപ്പൊക്കെ ചെയ്തിട്ട് ഒമാന് അടിപൊളിയൊക്കെ തന്നെ. അപ്പോൾ നേരെ ഞങ്ങൾ നിസുവയിലെത്തി. അപ്പോൾ നിസുവ ഫോർട്ട് ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഒക്കെ അവിടുന്ന് കുറച്ചും കൂടി ഒരു മണിക്കൂർ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഏറ്റവും അടുത്ത കൂട്ടുകാരുണ്ട് സുൽഫി. അവൻ്റെ അവന് ഫാമിലി താമസിക്കുന്ന റൂമുണ്ട് ഈ ആദം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആദം എന്ന് പറയുന്നത് ഈ നമ്മൾ സലാലേക്ക് പോണ റൂട്ടാണ്. അപ്പോൾ ആ റൂട്ടിൽ ഇവൻ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടു. പോണ വഴിക്ക് ലുലു കയറി കുറച്ച് ഗ്രിൽ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങി അവൻ്റെ അവിടെ നിന്ന് നമ്മൾ ടെൻ്റ് അടിച്ച് നല്ല അടിപൊളിയായിട്ട് ഗ്രില്ലും ഇതൊക്കെ ചെയ്തിട്ടാണ് അന്നത്തെ ദിവസം അവസാനിപ്പിച്ച് അടുത്ത ദിവസത്തെ നമ്മളെ പ്ലാൻ പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് നിസ്വ ഫോർട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ നിസ്വ ഫോർട്ട് കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു വേണ്ട, നിസ്വേ പോകണ്ട, നമുക്ക് നേരെ മസ്കറ്റ് പിടിക്കാം. മസ്കറ്റ് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ മസ്കറ്റിക്കാണ് പിന്നെ വിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് നമ്മുടെ പ്ലാൻ മാറുന്നതും പ്ലാൻ മാറിയിട്ട് നമ്മൾ നേരെ മസ്കറ്റ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യണമെന്നും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ വീഡിയോ എടുത്ത് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. കാര്യം പറഞ്ഞെങ്കിൽ നമ്മൾ പ്ലാൻ മാറ്റി പെട്ടെന്നുണ്ടായിരുന്ന, അതായത് ഒന്നാമത് നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങാൻ ഭയങ്കര ലേറ്റ് ആയി. നമ്മുടെ 3 മണിക്കൂർ അങ്ങനെ പോയി. അപ്പൊ നമ്മളിപ്പോ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റിയിരിക്കണം. നമ്മൾ ആദ്യം വിചാരിച്ച നിസ്വ ഫോർട്ടിലും മാർക്കറ്റിൽ കയറി വരാമെന്നാണ്. പക്ഷെ ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ട് ആവശ്യമില്ല, ഒന്നാമത് മാർക്കറ്റ് തുറക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, നിസ്വ അത് സ്കിപ്പ് ചെയ്തിട്ട് നേരെ മസ്കറ്റിലേക്ക് പോകാനുള്ള പ്ലാനാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതെ, അങ്ങനെ നിസ്വ പട്ടണത്തിൽ നിന്ന് ബിസ്കറ്റിൽ നിന്ന് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലേക്ക് ക്യാമറമാൻ എൻ്റെ ഒപ്പം ഫാസിൽ ബിസ്ക്കറ്റ് വന്നു. വീണ്ടും ബിസ്ക്കറ്റ്. അങ്ങനെ ബിസ്ക്കറ്റിൽ നിന്ന് മസ്കറ്റിലേക്ക്. അപ്പോൾ കണ്ടില്ല, അത് ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു യാത്രയായിരുന്നു. മൊത്തത്തിൽ ഭയങ്കര ഫണ്ണായിരുന്നു ഞങ്ങളുടെ ആ യാത്ര. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ യാത്ര അങ്ങനെ നിസ്വയിൽ നിന്ന് ഞങ്ങൾ റീറൂട്ട് ചെയ്ത് മസ്കറ്റിക്ക് ആക്കിയിട്ടോ. മസ്കറ്റിക്കുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ നിസ്വയിൽ നിന്നുള്ള മസ്കറ്റിക്കുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടതിനേക്കാളും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള റൂട്ടായിരുന്നു. അതായത് ഹജർ മൗണ്ടൻസിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് പോണ പോലെ ഭയങ്കര ഒരു അടിപൊളി ലാൻഡ്സ്കേപ്പ് ആയിരുന്നു. നല്ല ഭയങ്കര കളറ്, ആ മലൻ്റെ കളറൊക്കെ തന്നെ ഭയങ്കര നല്ല രസമായിരുന്നു. അതായത് ലഡാക്ക് പോയ ഒരു ഫീലൊക്കെ, ലഡാക്കിൽ ഞാൻ പോയിട്ടില്ല, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ലഡാക്കൊന്നും കൂടി ഡ്രൈ അല്ലേ, ഇതൊന്നും കൂടി നല്ല കുറച്ച് പച്ചപ്പും ഫുൾ മലയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി റോഡും ആ മലകളുടെ ഇടയിലുള്ള റോഡും അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. ആ ഈ യാത്രൻ്റെ ഇടയിൽ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അഗെയിൻ നമ്മളൊരു ചേഞ്ച് വരുത്തിയിരിക്കുന്ന പ്ലാനിൽ നമ്മുടെ എന്താ പറയുക, മുത്രയ്ക്ക് പോകണ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം ടൈം വളരെ കുറവാണ്. നമ്മളിപ്പോൾ പോണ റൂട്ടിൽ ഒരു ഭയങ്കര 30-40 കിലോമീറ്ററോളം നമുക്ക് അങ്ങോട്ട് പോയി സെയിം റൂട്ടിൽ നമ്മൾ തിരിച്ചു വരണം. അതായത് ഒരു 100 കിലോമീറ്റർ സംതിങ് നമുക്ക് എക്സ്ട്രാ വരണ്ടേ. അതും നമുക്ക് മൊത്തം ഇരുട്ടി ഇനി നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ മെയിൻ പ്ലാനർ ഒരു തീരുമാനം എടുത്തു. അതായത് നമ്മള് മത്ര സൂക്ക് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ ദുബായിക്ക് പോകും. അതാണ് ദുബായ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ യാത്രയിൽ സത്യം പറഞ്ഞാൽ സംഭവിച്ച്. ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പ്ലാൻ ചെയ്യും, അത് കുറച്ച് കണ്ട് കഴിഞ്ഞാൽ പ്ലാൻ മാറ്റി നമ്മൾ റീറൂട്ട് ചെയ്യും, പിന്നെയും റീറൂട്ട് ചെയ്യും. എന്തായാലും ആ യാത്ര മൊത്തത്തിലൊരു ഫണ്ണായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ സുൽഫിയുടെ വീട്ടിൽ പോയി, പിന്നെ ഞങ്ങൾ രാവിലെ നേരെ പോയത് എൻ്റെ കസിൻ ഉണ്ട് അവിടെ. ആ സമയത്ത് ഈ ആദം ഇവൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ എൻ്റെ കസിന് കുറേ കാലത്തിന് ശേഷം ഞാൻ ഇപ്പോൾ ഒമാനിൽ പോയി കാണുന്നത് അന്നാണ്. ആ സമയത്ത് എല്ലാവരെയും കണ്ട് ഹാപ്പി ആയിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ നേരെ നിസ്വ ഫോർട്ട് ലക്ഷ്യമാക്കിയിട്ട് പോകണം. ദുബായ് അകത്തേക്കുള്ള റൂട്ട് പറഞ്ഞാൽ മൊത്തം ഇപ്പോൾ വന്ന പോലെ ഫുള്ള് നല്ല നൈസ് വഴിയാണ്. അതായത്
ആദ്യം കുറേ മലകളൊക്കെ ഉണ്ട്. ഈ ദുബായ് റോട്ടിലേക്ക് വേണമെങ്കിൽ തിരിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്ക് കുറേ നേരത്തിന് ശേഷം കുറച്ച് റഷ് കിട്ടണം വണ്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ അതിങ്ങനെ പോയി കറക്റ്റ് സൺസെറ്റ് ടൈം, നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. കുറേ അങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഒരു വണ്ടിയില്ല, മൊത്തം കാലി. ഫ്രണ്ടിലും വണ്ടിയില്ല, ബാക്കിലും വണ്ടിയില്ല, ഒരു വണ്ടിയില്ല, മൊത്തത്തിൽ കാലി. ഈ സ്ട്രീറ്റ് ലൈറ്റ് കുറേയൊക്കെ ദൂരം ഉണ്ടായിരുന്നു, കുറേ ഉണ്ട് കഴിഞ്ഞപ്പോൾ സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, മൊത്തത്തിൽ ഇരുട്ട്, ആകെ കാലി. ആകെ ഞാനൊരാൾ മാത്രം ഇങ്ങനെ ഓടിച്ചുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ഓടി, ഒരു 350 കിലോമീറ്റർ എന്നിട്ട് ഓടിയിട്ട് ഞങ്ങൾ ദുബായ് അത്ത ബോർഡറിലെത്തണം. ദുബായ് അത്ത ബോർഡറിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഒമാനിന്ന് നോർമലി എക്സിറ്റ് ആവും. പിന്നെ വന്ന് ദുബായിൽ നമ്മൾ വന്ന് പിന്നെ രണ്ടാമത് നമ്മളൊരു രാജ്യത്ത് കയറുന്ന പോലെ തന്നെ ഇവിടെ വന്നിട്ട് മൊത്തം ഐ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അകത്ത് കയറാൻ. അങ്ങനെ നമ്മൾ UAEക്ക് തിരിച്ചു വന്നു. ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സംഭവം നമ്മൾ ഒന്നും കണ്ടില്ലെങ്കിലും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഈ യാത്ര തന്നത്. കാരണം നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് ആദ്യമായിട്ട് ഒരു ക്രോസ് കൺട്രി ഡ്രൈവ് പോയത്. അതേപോലെ അതിൻ്റെ ഇടയിൽ കിട്ടിയ കുറേ പണികൾ, ഇതേപോലത്തെ കുറേ നല്ല നല്ല അനുഭവങ്ങൾ എല്ലാം ആയിട്ടുള്ളൊരു യാത്ര. എന്തായാലും ഈ ഒരു യാത്രയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയുക. പിന്നെ കുറേ കാലത്തിന് ശേഷം വീഡിയോ ചെയ്യണതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സംസാരിച്ച് വന്നപ്പോഴൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ശരിയാക്കാൻ പറ്റും വിചാരിക്കുന്നു. പിന്നെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഈ വീഡിയോയിലുള്ള നിങ്ങളുടെ റെസ്പോൺസ് കണ്ടിട്ട് വേണം ഇനി അങ്ങോട്ട് വീഡിയോ ചെയ്യാൻ. ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും പറയണം. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കുറേ കാലമായി പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഈ ടൂറ് നമ്മുടെ ഒരു വെറും ട്രയൽ ടൂറിലാണ്. ട്രയൽ ഒന്നും കാണാതെ വണ്ടി ഓടിച്ച് നടക്കുന്ന ടൂർ.